ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇൻട്രോയിൽ ബ്ലാക്ക് ആണ് കൂടുതലും ഷർട്ടുകൾ ഇടാറ്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് തന്നെ അന്ന് റെഡിയാക്കി വെക്കും മച്ചാമാരെ. അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പൊൻകുഴി ക്ഷേത്രത്തിലായിരിക്കും. നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും മൈസൂർ റോഡാണ് മുത്തങ്ങേര്. അപ്പോൾ ഗൈസ് നമുക്ക് അവിടുത്തെ ജസ്റ്റ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഗൈസ് എന്താ പറയുക, ഇനി എന്തായാലും നമ്മൾ ഓരോ കണ്ടന്റ് നല്ലത് കിട്ടുന്നതിനനുസരിച്ചായിട്ട് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ ഇപ്പം തന്നെ എനേബിൾ ചെയ്ത് നോക്കുക. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇട്ട് കിടക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ മുത്തങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മച്ചാമാരെ രണ്ട് സൈഡിൽ നമ്മുടെ ഇവിടെ നല്ല മരങ്ങളൊക്കെ ആട്ടോ. വയനാട്ടിൽ ഓൾറെഡി നിങ്ങൾ വയനാട്ടിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, നിങ്ങളുടെ പ്ലേസും കൂടെ കമന്റ് ചെയ്യുക മച്ചാമാരെ. അപ്പോൾ നല്ല മറ്റേ ബോഗൺവില്ല ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു സമയത്ത് ഒന്നാമത് ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു വയനാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഇവിടെ തണുപ്പെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് നല്ല ചൂടാണെന്ന് കേട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടന്റിനനുസരിച്ചാണ് എന്താ വ്ലോഗ് വീഡിയോ, അതായത് ഗൈസ് ലോങ് വീഡിയോ നമ്മൾ ആഴ്ചയിൽ എന്താ പറയുക നല്ല കണ്ടന്റ് വരുന്നതിനനുസരിച്ചാണ് സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വെച്ചാൽ എന്താണ് നമ്മുടെ സംഭവമൊക്കെ നല്ല ഇതാണ്, നല്ല എന്താ പറയുക വയനാട്ടിലായതുകൊണ്ട് തന്നെ നല്ല ഒരു സൈഡ് കാട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് പക്ഷേ. പിന്നെ ഇങ്ങോട്ട് അത്ര, അതായത് ഈ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല മൃഗങ്ങളുടെ. പിന്നെ വെച്ചാൽ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ആരെങ്കിലും ഇപ്പം തന്നെ ചാനൽ സബ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ കർണാടക ബസ്സൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ തമ്മിലേയും കണ്ട പോലെ തന്നെ മമ്മൂട്ടി സാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ അങ്കിളുടെ ഷൂട്ടിങ്ങിന് അവർ താമസിക്കുന്ന റിസോർട്ടാണ്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അങ്ങനെ ഉള്ളിലേക്കുള്ള വ്യൂ ഇല്ല, എന്നാലും പുറംഭാഗം നമുക്ക് കാണിച്ചു തരാം. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മുടെ കല്ലൂർ ടൗണാണ്. നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സ്ഥലത്തേക്കുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വയനാട്ടിലുള്ളവരെ ഈ വീഡിയോ കാണുന്നവർ. പക്ഷേ അപ്പോൾ എന്താ പറയുക, ഓൾറെഡി എന്താ പറയുക നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്താണ് ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സീസണൊക്കെ ആകുമ്പോൾ പൂവൊക്കെ ഉണ്ടാവും. ഇനി അങ്ങനത്തെ ബ്ലോഗ് വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മൾ ഈ പോകുന്ന ക്ഷേത്രത്തിൽ ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവമാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ മച്ചാൽ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാം എല്ലാ ദിവസവും. യാത്ര ചെയ്യുമ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട്. ഓൾറെഡി രണ്ട് സൈഡ് കാടൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്തായാലും മച്ചാങ്ങനെ സെറ്റാണ്. കാരണം അപ്പുറം ഇവിടെ പാലാണ്, നടുക്ക് കൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. അതായത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇല്ലേ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്താ പറയുക, JCB ഇവരിവിടെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഴി തോണ്ടിയാണ് സംഭവം. മച്ചമാരെ വ്യൂ ഒക്കെ സെറ്റാട്ടോ മച്ചമാരെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ കൂടെ തന്നെ, അതായത് നമ്മുടെ ഇത് ബാംഗ്ലൂർ റോഡാണ്, നമ്മുടെ ബാംഗ്ലൂർ റോഡാണ്, നമ്മുടെ ഹൈവേ ആണ് മച്ചമാരെ. ഓക്കെ മച്ചമാരെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയോര കാഴ്ചകൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, നമ്മുടെ ഇതൊക്കെ ഉണ്ട് മച്ചമാരെ. ഇവിടെയാണ് നമുക്ക് എന്താ പറയുക, ഇപ്പം കാണുന്നില്ല, 2 ചേച്ചിമാർ വന്നിട്ട് തേനൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് കാട്ടുതേൻ വിൽപ്പനയൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം അവരെ കാണുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തന്നേനെ. ഓക്കെ ഗൈസ്, പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഓൾറെഡി എന്താ വെച്ചാൽ 11 മണിയൊക്കെ ആകുന്ന സമയം ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളൊന്നും വരാൻ ചാൻസ് കുറവാണ്. എന്നാലും ചിലപ്പോൾ എങ്ങാനും മാനോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എടുക്കാം മച്ചാമാരെ. ഓൾറെഡി എന്താ വെച്ചാൽ പണ്ടൊക്കെ ഈ ഒരു രാത്രി സഞ്ചാരമൊക്കെ ആകുമ്പോഴത്തേനും ആനയൊക്കെ ഉണ്ടാവും. പക്ഷെ ഓൾറെഡി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 11 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, കൂടുതലും മൃഗങ്ങളൊന്നും അങ്ങനെ ഇറങ്ങാനുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ പോയതിൽ എന്തെങ്കിലും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എടുക്കാം മച്ചാമാരെ. പിന്നെന്താ പറയുക, നല്ല ലോറിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതായത് ഒടുക്കത്തിൽ വെച്ച് ചൂടായതുകൊണ്ട് തന്നെ ആനകളൊക്കെ എന്താ പറയുക ഉള്ളിൽ വെള്ളമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഓക്കെ മച്ചാമാരൊക്കെ എന്തായാലും അടിപൊളിയാണ്. കാരണം ഉച്ചയ്ക്കത്തെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അങ്ങനെ. രാവിലെ പിന്നെ നല്ല തണുപ്പായിരിക്കും. ഓൾറെഡി തണുപ്പ് കാരണമാണ് നമ്മുടെ ലൈവിൽ നമുക്ക് 1 മാസത്തോളം ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് പോരാക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ നിങ്ങളുടെ അവിടുത്തെ പ്ലേസിൽ എന്താ പറയുക, ഇതുപോലെ തന്നെ നല്ല പ്ലേസുകളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ എല്ലാവരും എവിടെ ഉള്ളതാണ്, അതുപോലെ തന്നെ പ്ലേസും ജസ്റ്റ് ഒക്കെ കേട്ടോ. ഓക്കെ മച്ചമാരെ, അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അടുത്ത് മൂവി ക്ലിപ്പൊന്നുമില്ല. കാരണം ഇവിടെ കുറച്ച് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഷൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ എത്തുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, നമുക്ക് പൊൻകുഴി ക്ഷേത്രത്തിലേക്ക് എത്താം ഗൈസ്. ഇതാ ഒരു പഴയ മോഡൽ അംബാസഡർ പോലത്തെ വണ്ടി പോകുന്നുണ്ട്. എന്നാലും ഗൈസ് ഇത്രയും നമുക്ക് മിറർ വ്യൂ ആയതുകൊണ്ട് കിട്ടിയുള്ളൂ. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഇവിടെ എന്താ പറയുക നമ്മുടെ ലോറിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദേ അവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഗൈസ് എന്താ പറയുക, നേരെ ആനയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പണ്ട്. അതായത് നിങ്ങൾ മിക്കവാറും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉച്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ പല ലോറികളും പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നേരെ ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. കാരണം കൂടുതലും
എന്താ പറയുക അവർ ഈ ഒരു രാത്രി സമയങ്ങളിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വെളുപ്പിന് വരണം മച്ചാമാരെ. അപ്പോൾ എന്താ പറയുക നമ്മളിതാ അങ്ങനെ എത്താൻ പോകണം ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഒരു ടിപ്പു സുൽത്താൻ്റെ ഒരു എന്താ പറയുക പാലമുണ്ട്. പക്ഷെ അത് കറക്റ്റ് എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. കറക്റ്റ് നമ്മൾ ഗുണ്ടിൽപ്പേട്ടയ്ക്ക് പോകുന്ന വഴിക്കാണ്. ദേ ഒരു പശു പോണു ഗൈസ്. അപ്പോൾ ഇരുമ്പുവാനം ഗൈസ് നമ്മൾ ഗുണ്ടിൽപ്പേട്ടയ്ക്ക് പോകുന്ന റോട്ടിലാട്ടോ ഗൈസ്. അത് ഓൾറെഡി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ മൈസൂരിലേക്കും ഗുണ്ടിൽപ്പേട്ടയിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ഉറപ്പായിട്ട് ആ ഒരു വീഡിയോ എനിക്ക് കിട്ടാൻ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക മെയിൻ്റെനൻസ് അങ്ങനെയൊന്നും ഇല്ല. അത് ഒന്നും നടക്കാത്തതുകൊണ്ട് അതിങ്ങനെ പൊളിയാനുള്ള രീതിയിലേക്ക് ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതങ്ങനെ നമ്മൾ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ പോയപ്പോൾ ഒരു ചേട്ടയെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചാൽ മച്ചാമാരെ ഇരുമ്പുകൊണ്ടായതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കിട്ടിക്കഴിഞ്ഞ് ഞാൻ കാണിക്കാം മച്ചാമാരെ. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന നമ്മുടെ ഒരു ജീപ്പിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോ ഒക്കെ. അപ്പോൾ ആ ഒരു സ്ഥലമാട്ടോ. നമുക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് സമയം കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്താ പറയുക ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആനക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി സഞ്ചരിച്ചൊക്കെ വരാം. ഉറപ്പായിട്ടും നമ്മളിനി പോകുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെയൊക്കെ നമുക്ക് സെറ്റാക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിച്ച് നമ്മളെന്താ പറയുക മുത്താൻകൂടെയും എന്താ പറയുക പൊൻകുഴിക്കാട്ടിൽ കൂടി പോകുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മളെന്താ പറയുക ഒരു വൈകുന്നേര സമയം ആകുമ്പോഴാണ് കൂടുതലും മൃഗങ്ങൾ അങ്ങനെ ഇറങ്ങുള്ളൂ. കാരണം 6 ആ ഒരു സമയത്തെ നമുക്ക് എന്താ പറയുക ആനേനൊക്കെ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എന്താ പറയുക ഉച്ചയ്ക്കൊക്കെ പലപ്പോഴെങ്കിലും ചിലപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിനനുസരിച്ച് ഇറങ്ങുള്ളൂ. അത് വല്ലപ്പോഴും എങ്ങനെ കണ്ടുകഴിഞ്ഞാലായുള്ളൂ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഗൈസ് എന്താ പറയുക നമ്മൾ ഈ ഒരു കാഴ്ചകൾ തന്നെ നല്ല പച്ചപ്പാണ്. ഓൾറെഡി എന്താ പറയുക പണ്ടൊക്കെ ആകുന്ന സമയത്ത് 2 സൈഡിൽ നല്ല കാടുകളായിരുന്നു. ആ ഒരു സമയത്തുള്ള വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. എന്നാലും നമുക്ക് ഇപ്പോഴായാലും സംഭവം നല്ല സൂപ്പറാണ്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മരങ്ങളും കാര്യങ്ങളുമായിട്ട് നല്ല പച്ചപ്പായി നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ മച്ചാമാർ ഇതുപോലെ തന്നെ നമുക്കെന്താ പറയുക ഇവിടുന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ നമ്മൾ എന്താ പറയുക ഓൾറെഡി കർണാടക ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക നമുക്ക് ഉള്ളിൽ പോയി അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും അവിടെ വണ്ടി നിർത്തി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി അത് എന്താ പറയുക ഫൈനൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് സൈഡിൽ തന്നെ ശ്രദ്ധിച്ചറിയാം കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ അതൊന്നും അങ്ങനെ എന്താ പറയുക ഓൾറെഡി സൂം ചെയ്ത് എടുത്തിട്ടില്ല. കാരണം നമ്മൾ പോകുന്നതായതുകൊണ്ട്. പിന്നെ മച്ചാമാരായപ്പോൾ നമുക്ക് അടുത്തൊരു ചെക്ക് പോസ്റ്റ് വന്നിട്ട് കാരണം ഓൾറെഡി നമ്മളിവിടെ എന്താ പറയുക ദേ ഒരു ചേട്ടൻ നമ്മളെ ഓവർടേക്ക് ചെയ്തു പോയി. നമുക്ക് ഈ ചേട്ടൻ ഒന്ന് ഓവർടേക്ക് ചെയ്യണം. നേരത്തെ പുള്ളിക്കാരൻ നമ്മൾ ഓവർടേക്ക് ചെയ്തു മച്ചാമാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോറികളും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇവിടെ ചെക്ക് ചെയ്യുന്ന സംഭവം ചെക്ക് പോസ്റ്റ്. കാരണം ഇവർ കൂടുതലും എന്താ പറയുക രാത്രിയൊക്കെ വന്നെങ്കിൽ എന്താ പറയുക ഇവിടെ നിരത്തി സാധാരണ ഇടാറുണ്ട് കേട്ടോ. കാരണം ഇപ്പം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഉച്ചയല്ല അപ്പോൾ തന്നെ എല്ലാവരും എടുത്ത് പോയിണ്ടാവും. വെളുപ്പിനൊക്കെ വന്നെങ്കിൽ വെളുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മച്ചമാരെ ഒരു 9 മണി ആ ഒരു സമയത്തൊക്കെ. പിന്നെ അതുപോലെ തന്നെ കേസ് 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് അടയ്ക്കുമെന്നാണ് പറയുന്നത്. പണ്ടത്തോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കയറ്റി വിടാറില്ലെന്ന് തോന്നുന്നു. കാരണം കൂടുതലും അല്ല 6 മണി അല്ല കേട്ടോ കേസ് 9 മണി വേണ്ടോ അത് കറക്റ്റ് അറിയില്ല കേട്ടോ. 9 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ്. അപ്പോൾ വീണ്ടും ഇതാ 2 പശു അതിൽ ഒരെണ്ണത്തിന് ഇത്തിരി ഫുഡിൻ്റെ കുറവുണ്ട് ഗൈസ് മച്ചാമാരെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുത്തങ്ങ കാഴ്ചകൾ. അപ്പോൾ നമ്മളിതാ മുത്തങ്ങ കഴിഞ്ഞ് അങ്ങനെ പൊൻകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ് അത് അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ മച്ചാമാരെ. ഇതിൽ കൂടുതലും എന്താ വെച്ച് കഴിഞ്ഞാൽ മെല്ലെ പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും മാൻകൂട്ടും അതുപോലെ പന്നിയൊക്കെ ചാടി വരും. അപ്പം നമ്മൾ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണി പാടും. രാത്രിക്കായിരിക്കും കേസ് കൂടുതൽ എന്താ പറയുക ഇത് പെട്ടെന്നായിരിക്കും ചാടും. അപ്പോൾ നമ്മുടെ സ്പീഡിനനുസരിച്ച് അല്ലെങ്കിൽ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ മച്ചമാർ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്താ പറയുക കാടിനൊക്കെ തീ പിടിക്കുന്ന സമയത്തായതുകൊണ്ട് ഇവിടെയുള്ള കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കേസ് എന്താ പറയുക പണ്ടൊരിക്കലും പോയപ്പോൾ നമ്മൾ അങ്ങൊരു ആനനെ കണ്ടായിരുന്നു ഇവിടുന്ന്. ഇപ്പം അങ്ങനെയൊന്നും കാണാൻ പറ്റുന്ന കാരണം രാവിലെ 11 മണി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അങ്ങനെ ഇറങ്ങലില്ല. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കാം മച്ചമാർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. സൂപ്പറാണ്. എന്തായാലും നമുക്ക് ഇവിടെ തൊട്ടടുത്ത് എന്തെങ്കിലും മൃഗങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് എടുക്കാം കേട്ടോ മാനോ കാര്യങ്ങളൊക്കെ. പിന്നെ കേസ് ഓൾറെഡി എന്തായാലും നമുക്ക് ഓഗസ്റ്റ് ആ ഒരു സമയത്താണ് ഗുണ്ടിൽപ്പേട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൂക്കളില്ലെന്ന് തോന്നുന്നു. നമ്മൾ ആ ഓണ സമയമാകുമ്പോഴായിരിക്കും മച്ചമാരെ. അപ്പോൾ ഇനി എന്താ പറയുക നമുക്ക് വിഷു ശിവരാത്രി ഉത്സവങ്ങൾ ഇങ്ങനെയുള്ള പല ചലഞ്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ വിട്ടുകൊടുക്കട്ടെ. എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അതുപോലെ കേസ് എന്താ പറയുക ഓൾറെഡി ഈ രാത്രി സമയങ്ങളിലൊക്കെ ആനകളൊക്കെ ഇവിടെ പലപ്പോഴും വരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയം ആയതാണ്. പക്ഷെ രാത്രി ഇപ്പം അങ്ങനെ പണ്ടത്തോടെ അങ്ങനെ പോകാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇനി എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് സെറ്റാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ എത്താനാവുന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ പൊൻകുഴി ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. ഓക്കെ മച്ചന്മാരെ. അപ്പോൾ ഇതാ ഇവിടെ ബോർഡും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക സീതാദേവിയുടെ ഇവിടെ ഒരു എന്താ പറയുക പച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ ഒരു കുളമുണ്ട്. എന്താ പറയുക ഞാനത് കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചു തരാം മച്ചാമാരെ. നിങ്ങൾ ഓൾറെഡി ഇതിനു മുമ്പ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യട്ടോ. വയനാട്ടുകാർ ഇവിടെ ഉള്ളവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം മച്ചാമാരെ. ഇവിടെ ഓൾറെഡി കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ
മച്ചന്മാരെ നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ എത്തിയപ്പോൾ ഏകദേശം 11:10 കേസ്. ഞാൻ ഓൾറെഡി അവിടെ ക്ലോക്കിൽ കാണിച്ചു തരാം കേട്ടോ, 11:10 കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ മച്ചന്മാരെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും. പിന്നെ മച്ചന്മാരെ ഓൾറെഡി ഇവിടെയൊക്കെ ആനകൾ വരുന്നതാണ് കേട്ടോ, രാത്രി സമയങ്ങളിൽ ആനയൊക്കെ വരുന്നതാണ്. പിന്നെ ഗൈസ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്കുള്ള വീഡിയോ അങ്ങനെ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഉള്ളിൽ നമുക്ക് എടുക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ മച്ചന്മാരെ ഞാനത്തെ ചന്ദനം കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളിതാ തൊട്ടപ്പുറത്ത് തന്നെയാണ് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുളത്തിന്റെ അവിടെ തന്നെ ഒരു തൊട്ടടുത്ത് ഈ ഒരു ക്ഷേത്രം തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു പകുതി സ്ഥലം കൂടെയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇവിടെ ഗൈസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, ശബരിമലക്കാർക്കൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട്. ഞാൻ വെറുതെ മുകളിലേക്ക് നോക്കിയതാ ഗൈസ്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ് മച്ചന്മാരെ. അപ്പോൾ ഞാനിത് ഈ കുളം കാണിച്ചത്, ഞാൻ ഓൾറെഡി എൻ്റെ വോയിസ് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ മച്ചന്മാരെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുളം, ഫുള്ള് പച്ചപ്പാണ്. ഓൾറെഡി ഗൈസ് ഇവിടെ ആനേൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം മിക്കവാറും രാത്രി സമയങ്ങളിലൊക്കെ ആനയൊക്കെ വന്നു പോകുന്നതാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇതിലും എന്താ പറയുക, ഇവിടെ ഉള്ളവരൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ മച്ചന്മാരെ. പിന്നെ കുറച്ച് എന്താ പറയുക, ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഓൾറെഡി വെച്ച് ഇപ്പം നമ്മൾ വയനാട്ടിൽ അത്യാവശ്യം നല്ല ചൂടാണ്, രാവിലെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല ചൂടും. ഓക്കെ, അതുകൊണ്ട് രാത്രി അതേപോലെ തന്നെ രണ്ടും മാറി മാറിയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചൂടത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കുലുക്കിക്കട കണ്ടു. അപ്പോൾ എന്തായാലും നമുക്കൊരു കുലുക്കി അടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കുലുക്കി അടിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ തുറന്നത് കൊണ്ട് നമുക്കിപ്പോൾ കുലുക്കിയില്ലെന്ന് പറഞ്ഞു, ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഐസ്ക്രീമാണ് മേടിച്ചത് ഗൈസ്. കഴിഞ്ഞ ദിവസം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഏത് കളർ ഐസ്ക്രീമാണ് മേടിച്ചതെന്ന് ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീണ്ടും തിരിച്ച് പോവുകയാണ് ഗൈസ്. നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ, നമ്മളിന്ന് സൺസ്ക്രീനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. മച്ചന്മാർ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ, അല്ല നമ്മൾ നല്ല മുട്ട ചൂടിന് കരിഞ്ഞു പോകും ഗൈസ്. അപ്പോൾ നമ്മളെന്താ പറയുക, ഈ ഐസ്ക്രീം കഴിച്ചാൽ അങ്ങനെ നമ്മൾ നേരെ തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെൺകുടി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി എന്താ പറയുക ഗൈസ്, ഇവിടെ ഓൾറെഡി ഉത്സവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ശിവരാത്രിക്ക് മുമ്പാണ് ഗൈസ്. ഇതാ വീണ്ടും പോകുന്നു, ഒരു താറല്ലേ ആ പോണേ മച്ചന്മാരെ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം, എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ കഴിയുമെന്ന് എന്തെങ്കിലും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ആനയോ എന്തിനെങ്കിലും. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ് മച്ചന്മാരെ. അപ്പോൾ പറയുന്നതിൽ എന്താ പറയുക, നമുക്ക് നിലവിലൊന്നും കണ്ടിട്ടില്ല, കാരണം ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിലും എനിക്കൊന്ന് 1-2 കുരങ്ങിന് മാത്രം കണ്ടു, വേറെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇതാ ആടുകളെ കണ്ടു ഗൈസ്, ഒരു പശുവിന് 2-3 പശുക്കളെയും ആടുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് മച്ചന്മാരെ. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഓൾറെഡി ഞാൻ നോക്കുമ്പോൾ ഏറ്റവും രസം അതല്ല മച്ചന്മാരെ. ഇവിടെ ഏറ്റവും കൂടുതൽ രസം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ റേഞ്ച് ഫുള്ളുണ്ട്, 5Gക്കൊക്കെ ടവർ ലൊക്കേഷൻ ഫുള്ളാണ്. അത് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് അങ്ങനെ വീണ്ടും നമ്മുടെ തിരിച്ച് പോവുകയാണ് മച്ചന്മാരെ. അപ്പോൾ ഓൾറെഡി എന്ന് പറയുന്നത് നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാട്ടോ, നിങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയോ ഗൈസ്. ഇതാ വീണ്ടും നമുക്ക് പശുക്കളെ കാണാൻ പറ്റി. ഓക്കെ, ഇതേ ഒരു ഗുഡ്സ് പോകുന്നു ഉള്ളിലേക്ക് മച്ചന്മാരെ. ആ വഴിക്കൊക്കെ വീടുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, പച്ചക്കറി ഓട്ടോയാണ് പോയത് മച്ചന്മാരെ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്, ഇവിടെയാണ് നേരത്തെ ലോറികളൊക്കെ ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തിയപ്പോൾ തന്നെ 11 മണിയായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാവരും പോയി ഗൈസ്. അപ്പോൾ ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളും റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഓൾറെഡി എന്താ പറയുക, നമ്മൾ വിചാരിക്കും റേഞ്ചൊക്കെ കുറവാണ്, പക്ഷേ റേഞ്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 5Gയിൽ ഫുൾ റേഞ്ചുകളുണ്ട് മച്ചന്മാരെ. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തെങ്ങും കാര്യങ്ങളും കാഴ്ചകൾ കൊണ്ട് തന്നെ നല്ല ഭംഗിയാണല്ലോ. നമ്മൾ സാധാരണ ഗോവയ്ക്കൊക്കെ പോകുമ്പോൾ തെങ്ങും കാര്യങ്ങളുണ്ട്, അതേപോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും നല്ല കിടലാണ്. അപ്പോൾ ഗൈസ് എന്ത് ഇന്നത്തെ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൈസ് ലൈക്ക് അടിച്ച് പോകാറൊക്കെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യട്ടോ മച്ചന്മാരെ. ഞാൻ ജസ്റ്റ് വോയിസ് ഒന്നും ഇതാക്കിയിട്ടുണ്ട്, കാരണം മച്ചന്മാരെ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ സെറ്റാക്കിയത് ഗൈസ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ പല ബോർഡുകളും കാര്യങ്ങളും ഉണ്ട്, കാരണം എന്താ പറയുക, ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ പല ബോർഡുകളുണ്ട്. അത് ഞാൻ അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട്, പെട്ടെന്നല്ല നമ്മൾ എടുക്കുമ്പോൾ അത് കാണുന്നില്ല, കാരണം സ്ലോ ആയിട്ട് പോകാനാണ് ഇവർ പറയുന്നത്. കാരണം ഇപ്പോഴല്ല, കാരണം സന്ധ്യാനേരമൊക്കെ ആകുമ്പോഴത്തേനും. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ റെസ്റ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഞാൻ ഫോട്ടോ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു കഴിച്ച്. അപ്പോൾ നമ്മൾ തിരിച്ചതാ ഇവിടേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ കഴിച്ച് നമുക്ക് എന്താ പറയുക, ഒരു ദിവസം നമുക്ക് എന്താ പറയുക ഹർത്താലിനല്ല, ഇനി ഒരു ദിവസം വരുമ്പോൾ ഇവിടെ ഓൾറെഡി പന്നിയൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ബോർഡ് കണ്ടിട്ടുണ്ടാവും, കള്ളു കുടിക്കാനൊന്നും അല്ല കേട്ടോ ഗൈസ്, ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു, കള്ളി ഷാപ്പ്. ഓക്കെ ചങ്ങനെ. അപ്പം ഞാനെന്താ പറയുക, നമ്മളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വന്നപ്പം നമ്മുടെ മമ്മൂട്ടി സാറ് അങ്കിൾ എന്ന സിനിമയ്ക്ക് പണ്ടൊരു പ്രാവശ്യം ഇവിടെ താമസിച്ചു. അപ്പോൾ ആ റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പം പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളത്തെ വീഡിയോസൊന്നും നമ്മൾ കിട്ടിയിട്ടില്ല, കാരണം ഓൾറെഡി എന്താ പറയുക നമുക്ക് ആ ഒരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ.
അങ്കിൾ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് വയനാട്ടിലായതുകൊണ്ട് തന്നെ ആ ഒരു റിസോർട്ടാണ് നമ്മുടെ മമ്മൂട്ടി താമസിച്ചിരുന്ന റിസോർട്ടാണ് ഗൈസ്. ഇവിടെ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ പണ്ട് കാണായിരുന്നു, പക്ഷെ അവരിപ്പോൾ അത് മറച്ചുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ. ഓക്കെ നല്ലൊരു ഇതാണ്. അപ്പോൾ എന്തായാലും ഗൈസ് എന്താ പറയുക, ഇതിലൂടെയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു വഴിക്ക് പണ്ടൊരു അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് വഴിയില്ലാത്തതുകൊണ്ട് അറിയില്ല. അതുപോലെ തന്നെ ഗൈസ് അവിടെ നിന്ന് നോക്കിയപ്പം ഓൾറെഡി ഗൈസ് എന്താ പറയുക പൈനാപ്പിളിൻ്റെ ഒക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എന്താ പറയുക ഓൾറെഡി അവരെവിടെ പോയതാണ്, അപ്പം നമുക്കങ്ങനെ മേടിക്കാനൊന്നും കഴിഞ്ഞില്ല. മച്ചാമാരെ അപ്പോൾ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ ഗൈസ് എന്താ പറയുക ഉത്സവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ചാനൽ സബ്ജക്റ്റിലൂടെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ മച്ചാമാരെ. ഓക്കെ എല്ലാവരും ഉഷാറ് വേണം. ആ ഒരു ഉഷാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇനി ഉഷാറായി പോകുള്ളൂ ഗൈസ്. കണ്ടോ ഇവിടെ തൊട്ടടുത്ത് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ഒരു ചായക്കട പോകണം. ഓക്കെ നമുക്കിനി ഷേക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ സെറ്റാക്കാം കേട്ടോ മച്ചാമാരെ. നമ്മളെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക ഓക്കെ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചൊക്കെ പവറാക്കാം മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതുപോലെ ഒരു കിടിലും വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ടൊക്കെ ഡെയിലി വരുന്നത് മച്ചാമാരെ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും സബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.